നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലും ജാഗ്രത പാലിക്കണമെന്ന് മുഹമ്മദ് മൂസിൻ MLA. മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ പട്ടാമ്പി നഗരസഭയിൽ നിന്നുമുള്ള കുട്ടിയും ഉൾപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കാൻ MLA നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. പട്ടാമ്പി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടി ആശുപത്രിയിൽ നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ആശുപത്രിയിൽ കിടന്ന ഒരു കോണ്ടാക്ട് ഉണ്ടായ ഒരു കുട്ടി നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രദേശങ്ങളും ഈ നിപ്പ ബാധിച്ച പ്രദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടാക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകളൊന്ന് ജാഗ്രത പാലിക്കണം. നിപ്പയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന തരത്തിൽ വാർത്തകളിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം പോവുക എന്നുള്ളതാണ്. എന്തായിരുന്നാലും നമ്മുടെ മണ്ഡലത്തിലും പരിസരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. മുള്ളൂർക്കര വാഴക്കോട് പ്രവർത്തിക്കുന്ന ഖാൻ പെട്രോൾ പമ്പിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 10:30-ക്കാണ് സംഭവം. വടക്കാഞ്ചേരിയിൽ നിന്നുമെത്തിയ പോലീസും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനയും തീ അണയ്ക്കാനുള്ള രക്ഷാക്രമീകരണങ്ങൾ നടത്തി. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾക്കും ആളുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു പോലീസ്. എങ്ങനെ തീപിടുത്തമുണ്ടായി എന്നത് അറിവായിട്ടില്ല. കൊപ്പം കരിങ്ങനാട് ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണശ്രമം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിളയൂർ കരിങ്കനാട് ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. കരിങ്കനാട് സ്വദേശി പൂക്കാടത്തെ ഉസ്മാന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. വീട്ടുകാർ കോയമ്പത്തൂരിലാണ് താമസം. സമീപത്ത് താമസിക്കുന്ന സഹോദരൻ അലി പൈപ്പ് പൊട്ടിയത് കണ്ട് രാവിലെ പരിശോധിച്ചപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി അറിഞ്ഞത്. കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. അകത്തെ അലമാറകളെല്ലാം കുത്തി തുറന്നിട്ടുണ്ട്. വീടിനുള്ളിലെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിച്ചു വാരിട്ട നിലയിലാണ്. കഴിഞ്ഞ ആഴ്ചയാണ് വീട്ടുകാർ ഇവിടെ വന്ന് പോയത്. പലപ്പോഴുമായി ഉസ്മാന്റെ കുടുംബം ഇവിടെ വന്നു പോവാറാണ്. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്നാണ് ഉസ്മാന്റെ സഹോദരൻ അലി അറിയിച്ചത്. വീട്ടുകാർ എത്തി വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമേ മറ്റു കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്നലെ ആകാനാണ് സാധ്യത. കാരണം ഞാൻ ഇവിടെ ദിവസം ഇറങ്ങുന്നതിന് എൻ്റെ വീട് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ നേരെ മേലുള്ളത്. അപ്പം ഞാൻ ഒന്നരാട് ഇതിലൊക്കെ തന്നെ ഇറങ്ങിപ്പോവും. വേപ്പിൻ്റെ ഇല പൊട്ടിക്കും, അതാക്കും ഇതാക്കും, ഇതിനൊക്കെ നടന്നു പോകും. ചിലപ്പോൾ ഗേറ്റ് ആരെങ്കിലുമൊക്കെ തുറന്നുവിടും ഈ പിരിവുകാർ വന്നാൽ. അപ്പോൾ അത് വന്ന് അടച്ചിടും. ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ അവിടെ പൈപ്പ് ലൈൻ മെയിൻ ലൈൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. എന്താണ് വെള്ളം പോരുന്നതെന്ന് എഴുതിയിട്ട് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ഡോറ് തുറന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ ഡോറിൻ്റെ അടുത്ത് പോയി. ഉള്ളിൽ കയറിയൊന്നുമില്ല. പിന്നെ സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് മൂപ്പര് ആളെ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. കാരണം അതിന് അവരാരെങ്കിലും വരണം. ജ്യേഷ്ഠനും മക്കളും ആരെങ്കിലും ഇപ്പോൾ മൂത്ത മകൻ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കാര്യമായിട്ട് വലിയ ഗോൾഡും ഗീൽഡൊന്നും ഇവിടെ വെക്കൂല. കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ കുറേ കാലമായിട്ട് സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പട്ടാമ്പി മേഖലയിൽ അടുത്തിടെയായി മോഷണം തുടർക്കഥയാവുകയാണ്. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്. മഴക്കാലമായതോടെ തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്ത് അതിർത്തികളിൽ മുൻ വർഷങ്ങളിലേതിന് സമാനമായി ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വ്യാപകമാകുന്നു. വീടുകളുടെ ഭിത്തിയിലും മതിലിലും ചെടികളിലും പറ്റിയിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം സഹിക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് നാട്ടുകാർ. ചെടികൾ ഭക്ഷിച്ചു തീർക്കുന്നതോടൊപ്പം മണൽ, സിമന്റ്, കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണ മെനുവിലുണ്ട്. കിണറ്റിൽ വീണാലോ കുടിവെള്ളത്തിനും നിറവ്യത്യാസം വരും. ഒച്ചശല്യം മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ വ്യാകുലപ്പെടുകയാണ്. പ്രധാനമായും ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടമതിലും പരിസര പ്രദേശങ്ങളും നാഗലശ്ശേരി പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലുമാണ് ഇവയുടെ ശല്യം ഏറെയുള്ളത്. തൃത്താല പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലും ഒച്ചിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ്. കറിയുപ്പ് വിതറി കൊല്ലാനാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ അമിതമായ ഉപ്പിന്റെ ഉപയോഗം മണ്ണിന്റെ രാസഘടനയിൽ മാറ്റമുണ്ടാക്കി കൃഷിക്ക് അനുയോജ്യമല്ലാതാക്കുമോ എന്നും നാട്ടുകാർക്ക് ഭയമുണ്ട്. ഒച്ചിന്റെ വിസർജ്യത്തിലൂടെ മസ്തിഷ്ക ജ്വരം പടരുമെന്നും ആളുകൾ ഭയക്കുന്നുണ്ട്. പ്രതികൂലാവസ്ഥയിൽ 3 വർഷം വരെ തോടിനുള്ളിൽ സമാധിയിരിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. അതിനാൽ ഇവയെ നശിപ്പിക്കുകയും എളുപ്പമല്ല. ഇത്തരം ഒച്ചുകൾക്ക് ലിംഗവ്യത്യാസവുമില്ല. വർഷത്തിൽ 5 മുതൽ 6 തവണ മുട്ടകളിടും.
ഓരോ പ്രാവശ്യവും 800-900 മുട്ടകളിടും. 90% മുട്ടകളും വിരിയാറുമുണ്ട്. അക്കാറ്റീന ഫുലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഒച്ച് അഥവാ രാക്ഷസ ഒച്ചുകളിൽ ഭൂരിഭാഗവും പകൽ മണ്ണിൽ ഉഴ്ന്നിറങ്ങി ഒളിച്ചിരിക്കും. ഇരതേടലും സഞ്ചാരവും രാത്രിയിലാണ്. മുകളറ്റത്തെ തോട് കാൽസ്യം നിർമ്മിതമാണ്. കാബേജ്, പപ്പായ എന്നിവയുടെ ഇലകൾ ഒച്ചിനെ ആകർഷിക്കും. അതിനാൽ ഇവയുടെ ഇലകൾ വിവിധയിടങ്ങളിൽ വിതറിയ ശേഷം ഒച്ചെത്തുമ്പോൾ അവയ്ക്കും മുകളിൽ ഉപ്പിട്ടാണ് കൊല്ലുന്നത്. ഒച്ച് നശിപ്പിക്കുന്നത് കയ്യുറ ഉപയോഗിച്ചാവണം. ഇവയെ പുകയില കഷായം, തുരിശുലായിനി എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ചും കൊല്ലാനാകും. CCTV ന്യൂസ്, തൃത്താല. സിമന്റുമായി വന്ന ലോറി പട്ടാമ്പിയിൽ കുടുങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിലാണ് ഭീമൻ ലോറി വഴിയിൽ കുടുങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നും കോട്ടക്കലിലേക്ക് സിമന്റുമായി പോകുകയായിരുന്ന ലോറിയാണ് ലീഫ് പൊട്ടിയതിനെ തുടർന്ന് വഴിയിൽ കുടുങ്ങിയത്. ലോറി കുടുങ്ങിയതോടെ പട്ടാമ്പി കുളപ്പുള്ളി ചെറുപ്പശ്ശേരി പാതയിലൂടെയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പിന്നീട് ഏറെ നേരത്തിന് ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോയമ്പത്തൂർ നിന്നുള്ള സംഘം സ്ഥലത്തെത്തിയാണ് വഴിയിൽ കുടുങ്ങിയ ലോറി ഗതാഗതയോഗ്യമാക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ദ്വിദിന ക്യാമ്പ് ചെറുതുരുത്തിയിൽ നടന്നു. ചെറുതുരുത്തി ഇക്കോ ഗാർഡനിൽ നടന്ന ക്യാമ്പിൽ സംസ്ഥാന നേതാക്കളെ ആദരിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, KCCL ചെയർമാൻ ഗോവിന്ദൻ, KCCL MD P സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രജീഷ്, KV രാജൻ തുടങ്ങിയവരും മറ്റംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പലപ്പോഴും ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലയിടത്തും ഒരു വിമുഖത കാണിക്കാറുള്ളത് ഈ വ്യവസായത്തിൽ ഇനി ഞാൻ എന്ത് പഠിക്കാനാണ് എന്നുള്ളതാണ്. കാരണം ഈ വ്യവസായം ഞാൻ വളർത്തി വലുതാക്കിയതാണ്. ഞാനാണ് ഈ വ്യവസായത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ വ്യവസായത്തെ തുഴഞ്ഞു നടന്ന ഒരു പ്രധാനി ഞാനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പഠിക്കാനില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ പറയാനുണ്ടാകുന്ന ഒരു സാഹചര്യവും കാരണവും ഈ വ്യവസായം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ആ വ്യക്തികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 7 ബുധനാഴ്ച നടക്കും. അതുവരേക്കുള്ള താൽക്കാലിക പഞ്ചായത്ത് പ്രസിഡന്റായി ലീഗ് മെമ്പർ സാഹിറ ഖദർ ചൊവ്വാഴ്ച ചുമതലയേറ്റു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ UDF മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. രാജിവെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ കോൺഗ്രസ് മെമ്പർ സ്ഥാനം കൂടി രാജിവെച്ചതോടെ കോൺഗ്രസ് CPM കക്ഷിനില തുല്യസ്ഥിതിയിലായി. നിലവിൽ 7 വീതം അംഗങ്ങളാണ് കോൺഗ്രസിനും CPM-നും ഉള്ളത്. ആഗസ്റ്റ് 7 പഞ്ചായത്തിൽ രാവിലെ 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ ടോസിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്നു. സഞ്ചാരയോഗ്യമല്ലാത്ത വിധം ശോചനീയ അവസ്ഥയിലായതിന്റെ പ്രതിഷേധ സൂചകമായി മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല PWD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു.
സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ യാത്രക്കാരുള്ള പ്രധാന പാതകളിൽ ഒന്നായ പട്ടാമ്പി ഗുരുവായൂർ, തൃത്താല കൊമ്പിടി കുറ്റിപ്പുറം, തൃത്താല എടപ്പാൾ, തൃത്താല പട്ടാമ്പി തുടങ്ങി എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നതായും മന്ത്രി കൂടിയായ തൃത്താല MLAയുടെ കടുത്ത അനാസ്ഥയാണ് റോഡുകളുടെ ഈ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും ലീഗ് പ്രവർത്തകർ ആരോപിച്ചു. കഴിഞ്ഞ വർഷം റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് യുവാവിന് ജീവൻ നഷ്ടമായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി T അസീസ് ആലൂർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UT താഹിർ, ജനറൽ സെക്രട്ടറി ഫൈസൽ പുളിയക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. താങ്കൾ എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത് എന്ന് തൃത്താലയിലെ ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. മന്ത്രിയായാൽ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയാൽ മതിയോ? അത്യാവശ്യം ചില കല്യാണങ്ങളിലും UDF മരിച്ച അവിടെയും വരിക എന്നൊരു ഒറ്റപ്പണി മാത്രം മതിയോ മന്ത്രിക്ക്? അതല്ല, ഈ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ താങ്കൾ ഉത്തരവാദിയാണോ എന്ന ചോദ്യം ലീഗ് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം തൃത്താലയിലെ സാധാരണക്കാരന്റെ ചോദ്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു. TK ചേക്കുട്ടി, അലി മാസ്റ്റർ, പത്തിൽ അലി, ബീരാവുണ്ണി, മൊയ്തീൻകുട്ടി, KV ഹിളർ, MN നൌഷാദ് മാസ്റ്റർ, മണികണ്ഠൻ PP, സുജാത, MN കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് തൃത്താല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. യോഗം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മുടെ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തുക എന്ന അതേ ഉത്തരവാദിത്വത്തിൽ നാം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന പദ്ധതികൾ കൂടെ നടപ്പിലാക്കുന്നു. അതാണ് വി സപ്പോർട്ട്. അതിവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഈ കമ്മിറ്റിയെ കാണുന്നത്, ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വ്യാപാരികളുടെ പ്രസ്ഥാനം അതിശക്തമാണ്. ആ വ്യാപാരികളുടെ നേതൃത്വം അത് കഴിവുറ്റ കരങ്ങളിലാണ് ഈ പട്ടാമ്പി മേഖല എന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഈ സദസ്സ്. നമ്മുടെ പട്ടാമ്പി നിയോജക മണ്ഡലത്തെ എടുത്താൽ ഇവിടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ ഒക്കെ വലിപ്പം നാം അനുഭവിച്ചറിയുന്ന, കണ്ടറിയുന്ന ആളുകൾ. ആ സംഘടനയോട് താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് പട്ടാമ്പിയിലെ ഏതൊരു മികച്ച പ്രസ്ഥാനത്തോടും ഒപ്പം നിൽക്കാൻ കഴിയുന്ന കരുത്തുറ്റ നേതാക്കളുടെ അണിനിരത്താൻ ഈ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ കൂറ്റനാട്, ജനറൽ സെക്രട്ടറി K ഹമീദ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റായി KPR റസാഖിനെയും ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് പത്രാസിനെയും ട്രഷററായി KT ഷാജിയെയും തിരഞ്ഞെടുത്തു. 17 സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചുമതലയേറ്റു. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ ഉത്തമ താൽപര്യ സംരക്ഷണത്തിനായി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും സംഘടനയോടും അംഗങ്ങളോടും. നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥിക്ക് ചാലിശ്ശേരി പോലീസിന്റെ കൈത്താങ്ങ്. ചാത്തന്നൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ചാലിശ്ശേരി പോലീസിന്റെ സഹായത്താൽ ബാഗ്, പുസ്തകം, കുട തുടങ്ങിയ പഠനോപകരണങ്ങളും കളിക്കാൻ ഫുട്ബോളും ലഭ്യമാക്കിയത്. സ്കൂളിന് സമീപത്ത് താമസിക്കുന്ന നിർധന കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നം അധ്യാപകരാണ് ചാലിശ്ശേരി ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ R കുമാറിന്റെ നിർദ്ദേശാനുസരണം ചാലിശ്ശേരിയിലെ സുമനസ്സുകളായ വ്യാപാരികളുടെ സഹായത്താൽ വിദ്യാർത്ഥിക്ക് പഠനോപകരണങ്ങളും വീട്ടിലേക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും സ്റ്റേഷനിൽ നൽകി. SI T അരവിന്ദാക്ഷൻ, ASI ശ്രീനിവാസൻ, ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസർ സ്മിത, സാമൂഹിക പ്രവർത്തകരായ പ്രദീപ് ചെറുവാശ്ശേരി, MM അഹമ്മദ് ഉണ്ണി, സലിം എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ ശാസ്താ കോവിലിൽ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. രാവിലെ 5 മണിക്ക് നട തുറന്നതിന് ശേഷം മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കോതരമന ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിത്യപൂജകൾക്ക് മേൽശാന്തി മങ്ങാട്ടുവീട്ടിൽ മണികണ്ഠൻ നേതൃത്വം നൽകി. പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ഭഗവത് സേവ എന്നിവയും മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘത്തിന്റെ കാണിപ്പാട്ടും നടന്നു. ശ്രീ ശാസ്ത മൈനർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നാലമ്പല തീർത്ഥാടന യാത്രയും സംഘടിപ്പിച്ചിരുന്നു.
ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.